ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പരീക്ഷയുടെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കണം. ഓണപരിപാടികൾ ഉണ്ടാവും സ്കൂളിൽ. അതിന് മുന്നേ തന്നെ അല്ലേ EVSൽ നമ്മുടെ കുറച്ച് പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണം അല്ലേ? അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. പൂമ്പാറ്റയുടെ ജീവിതചക്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജസ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. നോക്കിക്കേ, നിങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേ. അഡൽട്ട് ബട്ടർഫ്ലൈ ഉണ്ട്. അഡൽട്ട് ബട്ടർഫ്ലൈക്ക് ശേഷം അല്ലേ, നോക്കിക്കേ, എഗ് സ്റ്റേജ് വരുന്നുണ്ട്. അതിനുശേഷം കാറ്റർപില്ലർ സ്റ്റേജ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്? പ്യൂപ്പ സ്റ്റേജ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അഡൽട്ട് ബട്ടർഫ്ലൈ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പൂമ്പാറ്റയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏതാണ് ഈ പൂമ്പാറ്റ എന്നുള്ളതാണ്. ഏതാണ് ഈ പൂമ്പാറ്റ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായിട്ടുള്ള ഗരുഡശലഭമാണ് നമ്മളിവിടെ കാണുന്നത്. പശ്ചിമഘട്ടത്തിലെ ഒരു സ്ഥാനീയ ചിത്രശലഭമായ ഗരുഡശലഭത്തിനെ കർണാടക സർക്കാർ അവരുടെ സംസ്ഥാന ചിത്രശലഭമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിത്യഹരിത വനങ്ങളിലാണ് പ്രധാന ആവാസ വ്യവസ്ഥയെങ്കിലും നാട്ടിൻപുറങ്ങളിലും ഇവ വളരെ സാധാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. വർഷം മുഴുവനും ഇവയെ കാണാമെങ്കിലും മൺസൂൺ സമയത്തും അത് കഴിഞ്ഞുള്ള മാസങ്ങളിലുമാണ് ഇവയെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് ഒരു ബട്ടർഫ്ലൈ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ബട്ടർഫ്ലൈസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് ഏത് ബട്ടർഫ്ലൈ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈയെ കുറിച്ചുള്ളൊരു ചോദ്യം എന്താണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. മറന്നു പോവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടെ നോക്കാം. ഈ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കിക്കേ, ശലഭ പാർക്ക് നിർമ്മിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ തെറ്റെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചിത്രശലഭങ്ങളുടെ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ പാർക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂടാൻ പാടില്ലാത്ത കാര്യം എന്താണ് എന്നുള്ളതാണ്. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ വെച്ചു പിടിപ്പിക്കണം. അത് ശരിയായ കാര്യമാണല്ലോ. ചെടികളിലും പൂക്കളിലും രാസ കീടനാശിനികൾ തളിക്കണം. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ പാടുണ്ടോടാ? ഒരിക്കലും പാടില്ല കേട്ടോ. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് മാത്രമല്ല ആ ചുറ്റുപാടും വരുന്ന ജീവികൾക്കൊക്കെ അത് വലിയ നാശമായിട്ട് മാറും. അപ്പോൾ കീടനാശിനികൾ ശരിക്കും എന്താണ്, എല്ലാ കീടനാശിനികളെയും കീടങ്ങളെ നശിപ്പിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ്, സഹായകരമായിട്ടുള്ള ആളുകളെയും കൂടെ അത് ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, ചെടികൾക്ക് വെള്ളവും ജൈവവളവും നൽകണം. ശരിയാണ്. ഉദ്യാനത്തിൽ വള്ളിച്ചെടികൾ മാത്രം നട്ടാൽ മതി. വള്ളിച്ചെടികൾ മാത്രം നട്ടാൽ മതിയാവോ? ഇല്ല അല്ലെ? വള്ളിച്ചെടികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല ബട്ടർഫ്ലൈസ് ഒന്നും എന്ത് ചെയ്യില്ല, അങ്ങോട്ട് വരില്ല. പൂക്കൾ ഉണ്ടാവണം, നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവണം, നല്ല മണമുള്ളതാവണം, നല്ല തേനുള്ളതാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബട്ടർഫ്ലൈസ് അങ്ങോട്ടേക്ക് വരുള്ളൂ. നമ്മൾ ശലഭ പാർക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. മറന്നു പോകരുതേ. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ.